സ്തോത്രം. ഈ പ്രഭാത ധ്യാനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, മഗ്ദലക്കാരത്തി മറിയയ്ക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു. ശവക്കോട്ടയിൽ യേശുവിനെ അടയ്ക്കുന്ന കല്ലറയിൽ യേശുവിന്റെ ശരീരം കാണുവാൻ തനിയെ ഇറങ്ങിപ്പോയതായ ആ സ്ത്രീ അങ്ങനെ അവിടെ കരഞ്ഞോട് നിൽക്കുമ്പോൾ, ഇതാ അവൾ കേൾക്കുന്നൊരു ശബ്ദം, സ്ത്രീയെ നീ എന്തിനു കരയുന്നു? ഇന്ന് നമ്മളിൽ നിന്നും ഉയർന്നു വരുന്നതായ ഒരു ചോദ്യമാണ്, എൻ്റെ കരച്ചില് ആര് കാണും? എൻ്റെ കണ്ണുനീര് ആര് കാണുന്നു? അതിദുഃഖത്താൽ നമ്മൾ ഭാരപ്പെടാറുണ്ട്. കുടുംബത്തിലുള്ള തകർച്ചകളോ നഷ്ടങ്ങളോ രോഗങ്ങളോ ഒക്കെ കടന്നു വരുമ്പോൾ നാം കരയാറുണ്ട്. എന്നാൽ നമ്മുടെ കരച്ചിലിനെ ലോകം മാനിച്ചിരുന്ന് വന്നേക്കാം, നമ്മുടെ കരച്ചിലിനെ ലോകം കണ്ടില്ലെന്ന് വന്നേക്കാം. എന്നാൽ ആ കരച്ചിലിനെ മാറ്റുവാൻ നമ്മുടെ മുമ്പിൽ നമ്മൾ സംസാരിപ്പാൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ക്രിസ്തു എന്നും നമുക്കുണ്ട്. ഹല്ലേലൂയ. താഴത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, കർത്താവ് അവിടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു മറിയേ എന്ന് നമ്മളെ സംബോധന ചെയ്തു. അത് വളരെ സന്തോഷത്തോടുകൂടി അത്ഭുതത്തോടുകൂടി യേശുവിനെ കണ്ടു, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടു. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും നിലയിൽ തകർന്നതായ ദുഃഖത്തോടോ ഭാരത്തോടോ ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം യേശു നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു നമ്മുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അവൻ ചോദിക്കുന്നു, എന്താണ് നീ കരയുന്നത്? കരച്ചില് ദൈവത്തോട് പറയുക. ഇന്ന് നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ 430 വർഷക്കാലം മിസ്രൈമിൽ പാർത്ത ഇസ്രായേൽ ജനം കരഞ്ഞു. ദൈവം അവരെ വിടുവിച്ചു. ഹല്ലേലൂയ. ഗദര ദേശത്ത് 200-ലധികം ഭൂതത്താൽ ബാധിക്കപ്പെട്ട ഒരു മനുഷ്യൻ രാവും പകലും ഒരുപോലും നിലവിളിച്ചു. അവന്റെ നിലവിളിയെ ദൈവം കേട്ടു. ഹല്ലേലൂയ. യാക്കോബ് തന്റെ മകനെ കുറിച്ച്, ജോസഫിനെ കുറിച്ച് 20 വർഷക്കാലം ദുഃഖിച്ചു. ഒരു ദിവസം ആ മകനെ ജീവനായി കണ്ട് അവൻ സന്തോഷിച്ചു. ദൈവത്തിന്റെ പൈതലെ, ഇന്ന പകൽക്കാലം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, യേശു നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മളെ ബലപ്പെടുത്തും, അവൻ നമ്മളെ ധൈര്യപ്പെടുത്തും. അവന് സമർപ്പിക്കുക. ഇന്ന പകൽക്കാലം ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ഈ വചനം കേട്ട എല്ലാ നിന്റെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും നീ അനുഗ്രഹിക്കണമേ. ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ തകർക്കപ്പെട്ടവരായിട്ടോ ദുഃഖിക്കുന്നവരായിട്ടോ കരയുന്നവരായിട്ടുണ്ടെങ്കിൽ നീ അവരുടെ കണ്ണീരിനെ തുടയ്ക്കണമേ, ആശ്വാസം നൽകണമേ. നീ ജീവനുള്ള ദൈവം അത്രേ. ഇവിടെ സംസാരിച്ച വചനത്തിനായി സ്തോത്രം. എല്ലാവരും അനുഗ്രഹിക്കും. കാര്യങ്ങൾ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. കൃപ ഉണ്ടാക്കി കേൾക്കണമേ. ആമേൻ. താങ്ക് യു.